അല്ലിയുടെ അച്ഛൻ. രചന കിറുക്കി. പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി ബാംഗ്ലൂരിലേക്ക് വന്നാണ് അലങ്കൃത എന്ന അല്ലി. കമ്പനിക്ക് തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് താമസം. കൂടെ വയനാടുള്ള ഒരു ചേച്ചിയുമുണ്ട്, പ്രിയ. ഇന്നാണ് ജോയിൻ ചെയ്യുന്നത്. പ്രിയേച്ചി വേറെ ഡിപ്പാർട്ട്മെന്റിലാണ്. വന്നയുടെ MD പോയി കണ്ട് ജോലി കയറി. നാളെ മുതൽ പുതിയ ടീമിലേക്ക് ജോയിൻ ചെയ്യണമെന്നും കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു പ്രൊജക്ട് ആ ടീമിന്റെ നേതൃത്വത്തിലാണെന്നും ഡിപ്പാർട്ട്മെന്റ് കിട്ടുമെന്നും പറഞ്ഞു. അന്നത്തെ ദിവസം വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ കടന്നുപോയി. കുറച്ചുപേരെ പരിചയപ്പെട്ടു. തൊട്ടടുത്തിരുന്ന അനുപമ എന്ന കുട്ടിയൊഴിച്ച് ബാക്കി എല്ലാവരും കൂട്ടായി. ആ കുട്ടി തന്റെ ടീമിലുണ്ടെന്നറിഞ്ഞപ്പോൾ ഉള്ളതെല്ലാം ദേ ഈ ടൈപ്പാണെന്ന് തോന്നിപ്പോയി. പിറ്റേ ദിവസം തെല്ലൊരു ആകാംക്ഷയോടെയാണ് ഓഫീസിലേക്ക് പോയത്. ടീമിനെ പരിചയപ്പെടുത്താൻ ഹെഡ് നേരെ കോൺഫറൻസ് ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആരോ എന്തോ ഫയൽ നോക്കി തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ജെറിൻ ഹെഡ് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി ആളെ കണ്ട് അല്ലി അന്തിച്ചു പോയി. ഈച്ചൻ ആൾ പതുക്കെ പറഞ്ഞിട്ട് അവനെ നോക്കി. അവളെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഭാമാറ്റമൊന്നുമില്ല. ഇനി തന്നെ മനസ്സിലായില്ലേ? ജെറി, ഇത് അലങ്കൃത, പുതിയ ആളാ. നിങ്ങളുടെ ടീമിൽ ഇനി മുതൽ ഇയാളും കാണും. ആൻഡ് അലങ്കൃത, ഇത് ജെറി. ഇയാളാണ് തന്റെ ടീം ലീഡർ. സോ ജെറി, ഇയാൾക്കുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തോളൂ. ഹെഡ് പോയപ്പോൾ അല്ലി അവനെ നോക്കി. ഒന്നും നോക്കുന്ന കൂടെ ഇല്ല. ഇനി എനിക്ക് തോന്നുന്നാണോ വേറെ ആരെങ്കിലും ആണോ ഇത്? മിസ് അലങ്കൃത. സോറി, മിസ്സാണോ മിസ്സിസ് ആണോ? അല്ലിക്ക് ആ ദേഷ്യം വരാൻ തുടങ്ങി. മിസ് അലങ്കൃത അല്ലി പറഞ്ഞപ്പോൾ അവന്റെ ചുണ്ടിലെ പുഞ്ചിരി വിടർന്നു. ഓക്കെ ഫൈൻ, ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. പിന്നീട് അവൻ ആ പ്രൊജക്റ്റിനെ കുറിച്ചും അവൾ ചെയ്യേണ്ട ജോലിയെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ അതൊന്നും അല്ലി കേട്ടിരുന്നില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ അവനിലായിരുന്നു. കോളേജിൽ ആദ്യം ചെന്ന ദിവസം തന്നെ റാഗ് ചെയ്ത് കരയിപ്പിച്ച ജെറിൻ ജോർജ് പിന്നീട് കുറെ പിറകെ നടന്നാണ് താൻ അവനെ വളച്ചെടുത്ത്. പപ്പയ്ക്ക് എല്ലാം അറിയാമായിരുന്നു. പുള്ളി ഫുൾ സപ്പോർട്ടുമായിരുന്നു. ഒരിക്കലും ആരെയും പ്രേമിക്കില്ലെന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന ജെറിൻ അലിയുടെ മാത്രം ഇച്ഛനായത് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഒരു കൽപ്പന ഇമേജ് ഒന്നുള്ള ആളായിരുന്നില്ല ജെറിൻ. ഒരുപാട് ക്ഷമയുള്ള, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ തന്റേതായി കണ്ട് അവർക്ക് ആശ്വാസമേകുന്ന, കോളേജ് വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനായ, കൂട്ടുകാരുടെ കുസൃതി കുടുക്കയായ, ടീച്ചേഴ്സിന്റെ സീമന്തപുത്രനായ തന്റെ മാത്രം ഇച്ഛൻ. കോളേജ് ലൈഫിലെ എല്ലാ കുരുത്തക്കേടുകൾക്കും ആള് മുന്നിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. എങ്കിലും ഒരു പരിധി വിട്ടൊരു പ്രശ്നത്തിനും പോവില്ല. വീട്ടുകാരുടെ കാര്യം ചോദിക്കുമ്പോഴെല്ലാം അവരൊക്കെ പുറത്താണെന്നാണ് പറഞ്ഞത്. വീട് കുറച്ച് അകലെയാണെന്നും അതിനാൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നതെന്നുമാണ് എന്നോട് പറഞ്ഞത്. ഒരിക്കൽ അവരെല്ലാം സർപ്രൈസ് ആയിട്ട് കാണിക്കാമെന്നും പറഞ്ഞിരുന്നു. അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. കോളേജിൽ ഇച്ഛന്റെ ടീമിന്റെ എതിർ ടീമിലെ ആളായിരുന്നു വിനു. എന്തോ ഒന്നും രണ്ടും പറഞ്ഞ് അവർ രണ്ടും അടിയായി. അവസാനം വാക്ക് തർക്കത്തിലേക്കും കയ്യേറ്റത്തിലേക്കും കാര്യങ്ങളെത്തി. സംഭവം ഞാൻ അവിടെ ചെന്നപ്പോൾ കേൾക്കുന്ന ഇതാണ്: തന്തയും തള്ളയില്ലാത്ത നിന്നെ പോലെ തെരുവട്ടിയ തൊട്ടാ എന്റെ കൈനാറും. ഈച്ചനോട് വിനു പറഞ്ഞു കേട്ട് ഞാൻ സ്തംഭിച്ചു പോയി. അവന് തിരിച്ചെന്തോ പറയാമെന്ന ഈച്ചൻ എന്നെ കണ്ട് ഞെട്ടി. എന്തോ പറയാമെന്ന ആളെ കണ്ട ഞാൻ അവിടുന്ന് ഓടിപ്പോയി. ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടും ഒന്നിനോട് തുറന്നു പറയാതെല്ലാം മറച്ചു വെച്ചതോർത്ത് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയായി. കിട്ടിയ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോരാൻ നിന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരുന്നത്. പപ്പയ്ക്ക് ആക്സിഡന്റ് ആയെന്ന്. പിന്നെ നടന്നൊക്കെ യാന്ത്രികമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പപ്പ ICUവിലായിരുന്നു. പപ്പയ്ക്ക് ആകെയുള്ള സഹോദരി ജാൻസി ആന്റി ആയിരുന്നു എല്ലാത്തിനും പിന്നീട് സഹായമായി ഉണ്ടായിരുന്നത്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന പപ്പയുമായി ഇനി തനിച്ചവിടെ നിൽക്കേണ്ടെന്ന് ആന്റി പറഞ്ഞുകൊണ്ട് മറ്റു വഴികളൊന്നുമില്ലാതെ തനിക്ക് ആന്റിയോടൊപ്പം പപ്പയുമായി പോവേണ്ടി വന്നു. കോളേജിൽ TC വാങ്ങാൻ വന്നപ്പോൾ ഇച്ഛനെ ഒന്ന് കാണാൻ കുറെ ശ്രമിച്ചു. പക്ഷേ ഇച്ഛൻ ഇപ്പോൾ ക്ലാസ്സിനൊന്നും വരുന്നില്ലെന്നായിരുന്നു അറിഞ്ഞത്. ഫോൺ പോലും ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഇച്ഛനോടൊരു ദേഷ്യമില്ലെന്നും കാത്തിരിക്കാമെന്നും ഇച്ഛൻ്റെ ഒരു കൂട്ടുകാരിക്ക് എഴുതിയേൽപ്പിച്ചിട്ടാണ് താൻ പോയത്. ആന്റിക്ക് നാട്ടിലൊരു പ്ലേ സ്കൂൾ നടത്തിപ്പായിരുന്നു. കുഞ്ഞിലെ ആന്റിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. എന്നാൽ ഒരു ആക്സിഡന്റിൽ ആൾ മരിച്ചപ്പോൾ പിന്നീട് ഇതൊരു ആന്റി വിവാഹത്തിന് തയ്യാറായില്ല. ഒറ്റക്കായിരുന്നു ഇന്നുവരെ. ഇപ്പോൾ ഞങ്ങളും പപ്പയെ നോക്കിയും മുടങ്ങിക്കിടന്ന ഡിഗ്രി പഠനം പൂർത്തിയാക്കിയും ഇച്ഛൻ എന്തെങ്കിലും തന്നെ തേടി വരുമെന്ന് പ്രതീക്ഷിച്ചും ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ തനിച്ചാക്കിയ ഒരു ദിവസം പപ്പ പോയി. കുറെ ദിവസങ്ങളെടുത്തു ആ ഷോക്കിൽ നിന്ന് കരകയറാൻ. ഒന്നിനും ആവതില്ലെങ്കിലും പപ്പ ജീവനോടെ ഉണ്ടെന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു. ജനിച്ചയുടൻ അമ്മ പോയ തന്നെ മറ്റൊരു വിവാഹം പോലും കഴിക്കാത്തത്തോളം എത്തിച്ച പപ്പയായിരുന്നു. ആന്റിയുടെ നിർബന്ധപ്രകാരമാണ് PGക്ക് ചേർന്നത്. ഇടയ്ക്കൊരു ദിവസം ഒന്നുകൂടെ നാട്ടിലേക്ക് പോയി. കോളേജിൽ ചെന്നപ്പോൾ ഇച്ഛൻ പഠിത്തം നിർത്തിപ്പോയെന്നാണ് അറിഞ്ഞത്. ആ ലെറ്റർ ഇച്ഛന്റെ കയ്യിൽ കൊടുത്തെന്ന് ആ കൂട്ടുകാരി പറഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. എന്നെങ്കിലും ഇച്ഛൻ തന്നെ തേടി വരുമെന്ന് പ്രതീക്ഷിക്കാൻ അതൊരു വലിയ പിടിവള്ളിയായിരുന്നു. എന്നാൽ പ്രതീക്ഷകൾ അങ്ങനെ തന്നെ നിലകൊണ്ടു. ഇച്ഛൻ പിന്നീട് ഒരിക്കലും തന്നെ തേടി വന്നില്ല. ആന്റിക്ക് ഒരു സഹായത്തിനായിട്ടാണ് ദൂരമായിട്ട് ഈ ജോലിക്ക് വന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇച്ഛൻ ഇവിടെ ഉണ്ടാവുമെന്ന്. സന്തോഷം സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. പക്ഷെ കണ്ടിട്ടും തന്നെ അറിയുന്ന ഭാവം പോലുമില്ലല്ലോ. എല്ലാം മനസ്സിലായല്ലോ? ഇച്ഛൻ ചോദിച്ചപ്പോൾ ഒന്നും കേട്ടില്ലെങ്കിലും തലയാട്ടി. പെട്ടെന്ന് പോകാൻ നിന്ന് ഇച്ഛന്റെ കയ്യിൽ കയറി പിടിച്ചു. ഇച്ഛ മുഖത്ത് യാതൊരു ഭാവമാറ്റമില്ലാതെ ഇച്ഛൻ ആ കൈ വിടുവിച്ചു. സോറി മിസ് അലങ്കൃത, തനിക്ക് ആള് മാറി. താൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. തന്നെ നോക്കി തറപ്പിച്ച് പറഞ്ഞ് അവിടുന്ന് ഇച്ഛൻ എണീറ്റ് പോയി. കണ്ണു തുടച്ചൊരു ദീർഘനിശ്വാസത്തോടെ താനും എണീറ്റു. ടീമിലെല്ലാവരെയും പരിചയപ്പെട്ടു. അനുപമ തന്നോട് മാത്രമല്ല വേറെ ആരോടും അടുപ്പമില്ല. ഇച്ഛനോട് മാത്രം എപ്പോഴും കൊഞ്ചിക്കുഴയുന്ന കാണാം.
ബാക്കി എല്ലാവരോടും പുച്ഛമാണ് അവൾക്ക്. വൈകുന്നേരം ഫ്ലാറ്റിൽ വന്ന് റൂമിൽ നിൽക്കുമ്പോഴാണ് ഇച്ചൻ ഫ്ലാറ്റിനെ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടത്. ഇച്ചൻ ഇവിടെയാണോ താമസം എന്നോർത്തിരുന്നപ്പോഴേക്കും കോളിംഗ് ബെൽ അടിച്ചു. പ്രിയേച്ചി ചെന്ന് കഥ കുറക്ക്. തുറന്നപ്പോഴേ ഇച്ചൻ. അവർ രണ്ടുപേരും നല്ല അടുപ്പത്തോടെയാണ് സംസാരിക്കുന്നത്. ഇച്ചൻ എന്തോ ഒരു കവറിൽ ചേച്ചി കൊടുത്തിട്ട് അവിടെ നിന്നും പോയി. എന്നെ പിന്നെ കണ്ട ഭാവമില്ലല്ലോ. ആ അലിമോളെ, അത് ജെറി, നമ്മുടെ തൊട്ടപ്പുറത്താ താമസം. ആളൊരു പാവ. അല്ല, നിങ്ങൾക്ക് തമ്മിൽ അറിയായിരിക്കല്ലോ അല്ലേ? നിങ്ങളൊരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. മുഖത്തൊരു ചിരി വരുത്തി ചേച്ചിയോട് തലയാട്ടി. ജെറിയുടെ അനിയത്തെ ഗർഭിണിയായിട്ടുന്ന സമയത്താ അവർ മുമ്പിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്. എൻ്റെ നാട് തന്നെ അവൻ്റെയും. വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ജെറീൻ്റെ അച്ഛനും അമ്മയ്ക്ക് എയ്ഡ്സ് ആണെന്ന്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ഇടയ്ക്ക് സംഭവിച്ചാ. ജെറിയുടെ പപ്പയിൽ നിന്നും അമ്മയ്ക്കായി. ഇതറിഞ്ഞോടെ ആളുകൾ അവരെ അടുപ്പിക്കാതെയായി. ആൾക്കാരുടെ ഉപദ്രവഗണനയെല്ലാം സഹിക്കാൻ വയ്യാതെയായിരിക്കും 7 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ജെറിൻ്റെ അമ്മയും പപ്പയും തൂങ്ങി മരിച്ചു. എന്നിട്ടും ആൾക്കാർ അടങ്ങിയില്ല. അന്നൊന്നും ഈ എയ്ഡ്സിനെ കുറിച്ച് ആർക്കും വലിയ അറിവൊന്നുമില്ലല്ലോ. അറിയാവുന്നവർ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പനും അമ്മയും മരിച്ച ജെറിനും അവൻ്റെ പപ്പമ്മയും കൂടിയായിരുന്നു താമസിച്ചത്. അവരുടെ കൂടെ കഴിഞ്ഞുകൊണ്ട് കുഞ്ഞ് ജെറിന് എയ്ഡ്സ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു വരത്തി. അവൻ്റെ കൂടെ ആരും കളിക്കാൻ ചെല്ലില്ല, കൂട്ടുകൂടില്ല. എന്തിന്? അവന് സ്കൂളിൽ പോലും കയറ്റില്ല. വീടിന് വെളിയിൽ അവനെ കണ്ട കേട്ടാലറക്കുന്ന ചീത്ത പറഞ്ഞ് അവൻ ഓടിക്കുമായിരുന്നു. അറിവുള്ള ചിലരെങ്കിലും പറയായിരുന്നു അങ്ങനെ തൊട്ടാലോ കൂടെ കഴിഞ്ഞാലോ ഒന്നും അത് പകരില്ലെന്ന്. പക്ഷെ ആര് കേൾക്കാൻ? അവസാനം ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാ അവൻ്റെ പപ്പ അവനായിട്ട് ആ നാട് വിട്ടു. ഒരു കണക്കിന് അവിടെ നിന്ന് ഓടിച്ചെന്ന് വേണം പറയാൻ. ഇവനിവിടെ കണ്ടപ്പോൾ ഒരിക്കലും അവനാണെന്ന് അറിയില്ലായിരുന്നു. ഒരിക്കലും യാദൃശ്ചികമായിട്ടാ അവൻ്റെ ഫ്ലാറ്റിൽ അവൻ്റെ പപ്പയുടെയും അമ്മയുടെയൊക്കെ ഫോട്ടോ ഞാൻ കാണുന്നു. അവരെ ഓർത്തെടുക്കാൻ എനിക്ക് വലിയ പ്രയാസം വന്നില്ല. രാത്രിയിൽ ചപ്പാത്തിക്ക് മാവ് കുഴക്കെടുക്കുമ്പോഴാണ് പ്രിയേച്ചി ഇത് പറയുന്നത്. അലിയൊരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് കൂർന്നിരുന്നു. പ്രിയ ആകെ ഞെട്ടിപ്പോയി. പിന്നീട് കരച്ചിലൊന്ന് അടങ്ങിയപ്പോഴാണ് അവൾ കാര്യം പറയുന്നത്. ഒരുപക്ഷെ അവൻ ആരില്ലെന്നറിഞ്ഞ് നീ അവനെ ഉപേക്ഷിച്ചാലോ എന്ന് ഭയന്നായിരിക്കും അവനൊന്നും പറയാതിരുന്നത്. പിന്നീട് നീയെല്ലാം അറിഞ്ഞെന്ന് കണ്ടപ്പോൾ വിഷമവും കുറ്റബോധവും തോന്നിക്കാണും. പിന്നെ നീ അവനെ വേണ്ടെന്ന് വെച്ച് കരുതി കാണും. പക്ഷെ പ്രിയേച്ചി, ഞാൻ ഫോണിൽ ഇട്ടാത്തതുകൊണ്ട് ലെറ്റർ കൊടുത്തിരുന്നല്ലോ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ. അതിൽ ഞാൻ എഴുതിയിരുന്നു എനിക്കൊരു ദേഷ്യമില്ലെന്ന് കാത്തിരിക്കുന്നു. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. മറ്റൊരാൾക്കും അലിയുടെ ജീവിതത്തിൽ ഇനി സ്ഥാനം ഉണ്ടാവില്ല. കത്തിൻ്റെ കാര്യം അവനോട് ചോദിച്ചാലേ അറിയാൻ കഴിയും. നമുക്ക് അവനോട് സംസാരിക്കാം. വേണ്ടേച്ചി, എന്തെങ്കിലും എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. എത്ര നാളിങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യും? ഞാൻ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചില്ലേ? അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ പ്രിയ ഒന്നും പറഞ്ഞില്ല. ജെറി അവൾ അവോയ്ഡ് ചെയ്ത് തന്നെ നടന്നു. അനുപമ അവനോട് കൂടുതൽ ഒട്ടി നടന്നു. അതുകൊണ്ട് കലികയറുമെങ്കിലും അലി കൺട്രോൾ ചെയ്ത് നടന്നു. അവരുടെ ടീമിനെ ഏൽപ്പിച്ച ആ പ്രൊജക്ട് നല്ല രീതിയിൽ അവസാനിച്ചു. അതിന്റെ സക്സസ് പാർട്ടിക്ക് വന്നാണ് അലിയും പ്രിയയും ഒക്കെ. നല്ല സെക്സിയായി സാരി കൊടുത്തു വന്ന അനുഭവം മുഴുവൻ സമയം ജെറിന്റെ ഒപ്പമാണ്. എന്തോ പറഞ്ഞ് ജെറിനെയും കൂടി പാർക്കിങ്ങിലേക്ക് അനുഭവം പോകുന്നതുകൊണ്ടാണ് അലി അവരുടെ പുറകെ പോകുന്നത്. പെട്ടെന്ന് അനുപമ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അലിക്ക് വിറഞ്ഞു കയറി. ജെറിൻ അവനാകുന്ന പോലെ അവളെ തള്ളിമാറ്റാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അലി അങ്ങോട്ട് ചെന്ന് അവളുടെ കരണത്തിനിട്ടൊന്ന് പൊട്ടിച്ച്. എത്ര ധൈര്യം ഉണ്ടായിട്ടടി നീ എന്റെ ഇച്ചിരി തൊട്ട്? അലി ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. അലിയുടെ ദേഷ്യം കണ്ട ജെറി പോലും ഭയന്നുപോയി. ഇനി നിന്നാൽ ഒന്നുകൂടെ പൊട്ടുമെന്ന രീതിയിൽ ഇളകിയ പല്ലും പിടിച്ച അവളവിടെ നിന്നുപോയി. നീ എന്തിനാടി അവളെ തല്ലിയത്? അവൾ എന്നെ തൊട്ട് നിനക്കെന്താ? എനിക്ക് എന്താണെന്നോ? നിങ്ങൾ എന്റെ മാത്രം. ഓഹോ, അന്ന് എനിക്ക് ആരില്ലെന്ന് അറിഞ്ഞു പോയ നീ ഇപ്പൊ 4 വർഷത്തിന് ശേഷം എന്തിനാ വന്ന്? എനിക്കിപ്പോ ജോലി ഉണ്ടായതുകൊണ്ടോ? അതോ കുറച്ച് ബാങ്ക് ബാലൻസ് ഉള്ളതുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്നും ജെറിൻ അന്ന് അവൻ പറഞ്ഞ പോലെ ഒരു തെണ്ടി തന്നെയാടി. ജെറിൻ ഒഴുകിയിറങ്ങിയ കണ്ണീർ തുടച്ച് പറഞ്ഞപ്പോൾ അലി ഒന്നും മിണ്ടാവിടുന്നും പോയി. പെട്ടെന്നാണ് ജെറി മുന്നിൽ നിൽക്കുന്ന പ്രിയെ കാണുന്നത്. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവന്റെ ചെവിക്കല്ല് നോക്കിയൊന്ന് പൊട്ടിച്ചു. നിന്നെ എന്റെ സ്വന്തം അനിയനെ പോലെ ഞാൻ കണ്ടിരുന്നു. അതാ ഇപ്പൊ തന്ന്. നീ അവളോട് ചോദിച്ചില്ലേ 4 വർഷം എവിടെയായിരുന്നെന്ന്? നിന്നെ അന്വേഷിച്ച് നീ എന്തെങ്കിലും തേടിയെന്ന വിശ്വാസത്തിലായിരുന്നു അവൾ ഈ 4 വർഷം. അറിയോ നിനക്ക്? ജെറി അത്ഭുതത്തോടെ പ്രിയയെ നോക്കി. പ്രിയ ഒരു ദീർഘനിശ്വാസത്തോടെ അവനോട് എല്ലാം പറഞ്ഞു. ചേച്ചി, അങ്ങനെ കത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. അവളെന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. അലി കോളേജിൽ എന്നെ അന്വേഷിച്ചു വന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. എല്ലാം അറിഞ്ഞപ്പോൾ അവളും പോയെന്നാണ് ഞാൻ കരുതിയേ. എൻ്റെ ഭൂതകാലം എന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചു. പക്ഷെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. അവൾ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ അവളെയുള്ളൂ ചേച്ചി. പക്ഷെ എൻ്റെ അനാഥൻ എന്ന കോംപ്ലക്സ്, അവൾക്ക് എന്നെ ആരുമില്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ലെന്നുള്ള തോന്നൽ, അതൊക്കെയാ എന്നെ അവളിൽ നിന്ന് അകറ്റിയത്. എന്നെ ഒന്ന് തിരക്കാത്ത കൂടെ ആയപ്പോൾ ഞാൻ അവളോട് സോറി പറയട്ടെ ചേച്ചി. ഇനി വിട്ടുകളില്ല. അവളെന്നോട് ക്ഷമിക്കുമായിരിക്കുമല്ലേ? ജെറി വല്ലാത്തൊരു വെപ്രാളത്തോടെയും സന്തോഷത്തോടെയും പ്രിയ നോക്കി ചോദിച്ചു. പ്രിയ കണ്ണീരോടെ ചിരിച്ച് തലയാട്ടിയപ്പോൾ അവൻ അവൾ പോയ വഴിയെ നോക്കി. പക്ഷെ അവിടെയൊന്നും അവളില്ലായിരുന്നു. സെക്യൂരിറ്റിയോട് തിരക്കിയപ്പോഴാണ് ഒരു പെൺകുട്ടി പുറത്തേക്ക് പോകുന്ന കണ്ടെന്ന് അയാൾ പറഞ്ഞത്. അവനൊരു ഉൾക്കിടിലത്തോടെ റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴേക്ക് അതിശക്തമായൊരു മിന്നലിന്റെ അകമ്പടിയോടെ ഇടി മുഴങ്ങി കേട്ടു. നിലാവ് മാഞ്ഞ് ശക്തമായി ഇരുട്ടുമൂടി. കാറ്റും വലിയ ശബ്ദത്തോടെ ആഞ്ഞു വീശി. ജെറി വല്ലാത്തൊരു ഭയത്തോടെ അവിടെ പേര് വിളിച്ച് മുന്നോട്ടോടി. അവന്റെ ഉള്ളം ഭയം കൊണ്ട് മൂടി. പെട്ടെന്നാണ് കുറച്ച് ദൂരെയായി കാണുന്ന പാലത്തിൽ ഒരു നിഴൽ രൂപം കണ്ടത്. അത് താഴേക്ക് ചാടാൻ നിൽക്കുകയാണെന്ന് മനസ്സിലായ ജെറി ഭയത്തോടെ അങ്ങോട്ടേക്ക് ഓടി. അലി, വേണ്ട മോളെ, പറയുന്നേൽക്കാം!
അത് കേട്ടിട്ട് അല്ലി താഴേക്ക് ചാടാൻ ശ്രമിച്ചു. പെട്ടെന്ന് ചെറി ഓടി വന്നവളെ വലിച്ച് താഴത്തേക്ക് ഇട്ടു. അവന്റെ കയ്യിൽ കിടന്ന് കുതിർന്നവളെ കണ്ട ചെറി അവളെ പിടിച്ചിർത്തി ഒന്ന് കൊടുത്തു. പെട്ടെന്ന് അവൾ കൈവിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അറിയാതെ ചെയ്തു പോയതാണ്. അപ്പോഴേക്കും അല്ലി ബോധം പോയി താഴേക്ക് വീണിരുന്നു. ജെറി അവളെയും തോളിട്ടൊരു ഓട്ടോ വിളിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. ആദ്യം പ്രിയയുടെ ഫ്ലാറ്റിൽ അവളെ കൊണ്ട് ചെന്നാക്കാമെന്ന് കരുതിയെങ്കിലും പിന്നീട് അവനവന്റെ ഫ്ലാറ്റിലേക്ക് അവളെ കൊണ്ടുവന്നു. പ്രിയയെ വിളിച്ച് അവളോട് കാര്യങ്ങൾ പറഞ്ഞു. മുഖത്ത് വെള്ളം വീണതറിഞ്ഞാണ് അല്ലി കണ്ണുകൾ തുറക്കുന്നത്. മുന്നിൽ ചെറിയെ കണ്ട് അവൾ ദേഷ്യത്തോടെ എണീറ്റ് പോകാൻ നോക്കി. അപ്പോഴേക്കും അവൻ അവളെ ബെഡിലേക്ക് തന്നെ വലിച്ചിട്ടു. അല്ലി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, എന്നിട്ട് എവിടേക്ക് വേണമെങ്കിലും പോയിക്കോ. അന്ന് നിന്നോടൊന്നും മനഃപൂർവ്വം പറയാൻ ഞാനടാ. എനിക്ക് ആരില്ലെന്നറിഞ്ഞാ നീ എന്നെ വിട്ടുവെന്ന് ഞാൻ കരുതിപ്പോയി. ഓഹോ, അപ്പൊ അത്രയും ഉണ്ടായിരുന്നല്ലേ എന്നോടുള്ള സ്നേഹം? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് ഇഷ്ടം പിടിച്ചു വാങ്ങിച്ചല്ലേ? അല്ലേടാ, എനിക്ക് ജീവനാ നീ. പക്ഷേ എൻ്റെ പാസ്റ്റ് അങ്ങനെയായിരുന്നു. ഒരുപാട് വേദനകൾ അനുഭവിച്ച. ഒരിക്കലും നീ എന്നെ വിട്ടുപോരുന്നെന്ന് കരുതി. തെറ്റാണെന്നറിയാം. എല്ലാം നിന്നോട് തുറന്നു പറയാനിരുന്ന. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ അന്ന് പോയപ്പോൾ നിന്നെ തിരക്കി കുറേ വന്നു. 2-3 ദിവസം നിന്നെ കാത്ത് കോളേജിൽ നിന്നു. അപ്പോൾ നിന്നെ കാണാത്തതുകൊണ്ട് നിനക്കെന്നോട് വെറുപ്പാണെന്ന് കരുതി മോളെ. നീ കൊടുത്ത ലെറ്റർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അവൾ നമ്മളെ ചതിച്ചു. നീ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴും നിനക്കെന്നോട് വെറുപ്പ് തന്നെയാണെന്നാ കരുതിയേ. ഇപ്പോൾ പ്രിയേച്ചി പറഞ്ഞപ്പോഴാണ് എല്ലാം അറിഞ്ഞ്. അപ്പോഴേക്കും അവൻ കരയാൻ തുടങ്ങിയിരുന്നു. നിനക്കെൻ്റെ അച്ഛനും അമ്മയും കാണിച്ചു തരാമെന്ന് ഒരിക്കൽ പറഞ്ഞില്ലേ? സത്യമല്ലേ? നാട്ടിലെ വീട്ടിലവരുണ്ട് ഇപ്പോഴും. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിൽ കൂടെ ഒന്ന് കാണുകൂടി ചെയ്യാതെ എന്നെ വിട്ടുപോയ എൻ്റെ കുഞ്ഞനുജത്തി. നിനക്കറിയോ, അവരെ പള്ളിയിൽ പോലും അടക്കാരും സമ്മതിച്ചില്ല. അവരാരും തെറ്റ് ചെയ്തിരുന്നില്ലല്ലേ, പാവങ്ങളായിരുന്നു. എന്നിട്ടും അവര് അത്രയും പറഞ്ഞപ്പോഴേക്കും തൊണ്ടയിടറി. അവന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അവനൊന്ന് ഉറക്കെ കരണമെന്ന് തോന്നി. അല്ലി അവൻ അവിടെ നെഞ്ചിലേക്ക് ചേർത്തു. അവന്റെ മുഖം മുഴുവൻ സ്നേഹത്തോടെ അരുമയോടെ ചുംബിച്ചു. ഞാനുണ്ട്, ഒറ്റക്കാക്കിൽ ഒരിക്കലും. അലി പതിയെ പറഞ്ഞവനെ ചേർത്ത് പിടിച്ചു. അവനും തിരികെ അവളെ ഇറുകെ പുണർന്നു. അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ അവന്റെ ഉള്ളിലെ സങ്കടങ്ങൾക്ക് കുറെ അധികം അയവ് വന്നിരുന്നു. അവനെ തന്നോട് അടക്കി പിടിച്ച് അലി അവനെ ചുംബിച്ചു. ജെറിയേറെ സ്നേഹത്തോടെ പ്രണയത്തോടെ അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു. ആത്മാവിനെ പോലും കവർന്നെടുക്കുന്ന തരത്തിൽ ആ ചുംബനം ദൃഢമായപ്പോഴും അലി അവൻ ഇറുകെ പിടിച്ചിരുന്നു. ചുംബനത്തിൽ നിന്നും മുക്തനായി ജെറി അലിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ അവന് വേണ്ടിയുള്ള തിളക്കം കണ്ട് ജെറി വീണ്ടും അവളുടെ അധരങ്ങളിലേക്ക് ആഴുന്നു. അവന്റെ ചുണ്ടുകൾ ശരീരമാകെ ഓടി നടക്കുന്ന അല്ലി അറിഞ്ഞു. ഇടയ്ക്ക് അവന്റെ കൈകൾ അവളിലൂടെ എന്തോ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. അവന്റെ പ്രണയം ആർത്തലച്ച് പെയ്തുകൊണ്ടിരുന്നു. തന്റെ വയറിലേക്ക് മുഖം അമർത്തി പ്രണയവേഴ്ചയുടെ അന്ത്യത്തിൽ തളർന്നു കിടക്കുന്ന ജെറിയെ അല്ലി സ്നേഹത്തോടെ തഴുകി. 2 വർഷങ്ങൾക്ക് ശേഷം 6 മാസം പ്രായമുള്ള ഹെയ്സൽ എന്ന അല്ലിയുടെയും ജെറിയുടെയും ഹെച്ചിമോടെ അടുത്തൊരു ചിരിയോടെ കിടക്കുകയാണ് അല്ലി. അവളുടെ അടുത്ത് അവളോട് ചേർന്ന് ജെറിയും കിടപ്പുണ്ട്. നിനക്ക് നമ്മുടെ ഓഫീസിൽ ആരതി അറിയില്ലേ? അവൾക്ക് നീ ലീവിന് പോയതിനു ശേഷം എന്നോടൊരു ഇതുണ്ടോന്നൊരു സംശയം. അലിയെ ചേർത്ത് പിടിച്ച നിഷ്കളങ്കതയോടെ ജെറി പറഞ്ഞു. ഒരുത്തിയുടെ പല്ലടിച്ച് പിടിച്ച ഓർമ്മയുണ്ടല്ലോ, അടുത്തതിൻ്റെ കൂടെ വേണം. നിങ്ങളെ ഞാൻ വല്ല രൂപ കൂട്ടിക്കൊണ്ട് വെക്കാം മനുഷ്യ. അലി കുഞ്ഞുണരാതിരിക്കാൻ പയ്യെ പറഞ്ഞ് അവനെ നോക്കി പേടിപ്പിച്ചു. ജെറി ഒന്നും പറയാതെ അവളെ നോക്കി കള്ളച്ചിരിയോടെ കിടന്നു. എന്താ? അലി ചോദിച്ചു തീരുന്നതിന് മുമ്പേ ജെറി അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു. അവന്റെ കൈകൾ തന്നെ അണിവയറിന് തഴുകി തലോടുന്നറിഞ്ഞ അല്ലിയുടെ ഉടലാകെ വിറച്ചു. ഒരു കള്ളച്ചിരിയോടെ അവളെയുമായി താഴെ ബെഡിലേക്ക് കിടക്കുമ്പോഴും അവളിലേക്ക് ചേരുമ്പോഴും ജെറിയുടെ ഉള്ള മുഴുവൻ അല്ലിയെന്ന് പ്രണയത്തോടെ ഉരുവിട്ടുകൊണ്ടിരുന്നു. തിരിച്ചല്ലിയും അവനെ തന്റെ പ്രാണനെ അത്യധികം പ്രണയത്തോടെ ചേർത്തു പിടിച്ചു.